നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ കാറിൽ ആ കാറിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെട്രോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അടിച്ചേ പറ്റൂ എന്ന് സർക്കാർ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി പോയിട്ട് കോടതി പറയുകയാണ് അതൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന്. എന്തൊരു നാടാണിത്. ഞാൻ ഇതൊന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ? ഇപ്പോൾ മോദി സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ മാറ്റി വയ്ക്കുക. പെട്രോൾ അടിക്കുന്നതിൽ മോദിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഈ മനുഷ്യരൊക്കെ പ്രതിഷേധിക്കാത്തത് എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗണ്യമായി മൈലേജ് കുറയുന്നു, മറുവശത്ത് നമ്മുടെ വാഹനം കേടാവുന്നു, വാഹനം വഴി കിടക്കുന്നു. അപ്പൊ നമുക്ക് തോന്നില്ല ഇത് എന്താണ് ചെയ്യുന്നത്? ഒരു പ്രതിഷേധവും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ലാതായി. നമ്മുടെ രാജ്യം നാളെ ഒരു സ്വേച്ഛാധിപത്യ രാജ്യമായാൽ പോലും ആളുകൾ മൗനം പാലിച്ചുകൊണ്ട് അതിന് കീഴടങ്ങുമെന്നാണ് തോന്നുന്നു. ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ല, ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല. കുട്ടികൾക്കും ഗർഭിണികൾക്കും രോഗികൾക്കും ശുദ്ധവായു ശ്വസിക്കാനുള്ള അവരുടെ അവകാശം ഒരു പഴയ വാഹനം കയ്യിലുണ്ടെന്നുള്ള കാരണത്താൽ ബലിയർപ്പിക്കപ്പെടണോ? ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇതിൽ ശുദ്ധവായു ശ്വസിക്കാനുള്ള അവകാശവും ഉൾപ്പെടുന്നു. ഈ അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഉറപ്പു നൽകുന്നുണ്ട്. ഇത് ഒരു മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1) ഓരോ പൗരനും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനും വ്യാപാരം നടത്താനുമുള്ള അവകാശം നൽകുന്നു. എന്നാൽ ഈ അവകാശം പൂർണ്ണമല്ല. പൊതുതാൽപര്യത്തിനു വേണ്ടി ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. ഈ നയങ്ങൾ പൊതുജനാരോഗ്യത്തിനും രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും വേണ്ടിയുള്ളതാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ ഇഷ്ടം അല്ലെങ്കിൽ അവകാശം പൊതുനന്മയേക്കാൾ വലുതല്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് ഒരു നിയമപരമായ കാഴ്ചപ്പാടാണ്. കാരണം ഭരണഘടന അനുച്ഛേദം 19(6) അനുസരിച്ച് പൊതു താൽപര്യത്തിനു വേണ്ടിയുള്ള നിയന്ത്രണങ്ങൾ സാധുവാണ്. അതിനാൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പെട്രോൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇവിടെ സർക്കാരിന്റെ പൊതുനയത്തിന് കീഴ്പ്പെടും. പഴയ വാഹനങ്ങൾ പുറത്തുവിടുന്ന മലിനീകരണം കുട്ടികൾ, ഗർഭിണികൾ, രോഗികൾ എന്നിവരുൾപ്പെടെയുള്ള ആളുകളുടെ ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയുണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ പഴയ വാഹനം ഉപയോഗിക്കാനുള്ള അവകാശം പൊതുജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് തുല്യമല്ല. E20 പെട്രോൾ നിർബന്ധമാക്കുന്നത് സർക്കാരിന്റെ ഒരു നയപരമായ തീരുമാനമാണ്. അത് എല്ലാ സർക്കാരുകളും ചെയ്തു വരുന്നതാണ്. ഇത് ഒരു രാഷ്ട്രീയ വിഷയമല്ല. സാമ്പത്തിക, പാരിസ്ഥിതിക കാരണങ്ങൾ മുൻനിർത്തി വിവിധ സർക്കാരുകൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരുന്ന ഒരു നയമാണ്. ഈ നയത്തിന് ദീർഘകാല കാഴ്ചപ്പാടുണ്ട്. UPA സർക്കാർ 2004-2014 ഈ കാലഘട്ടത്തിൽ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോവുകയും ചില സംസ്ഥാനങ്ങളിൽ ഇത് നിർബന്ധമാക്കുകയും ചെയ്തു. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. പരിസ്ഥിതി സംരക്ഷണം, എത്തനോൾ മിശ്രിതം അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും. വിദേശ നാണ്യത്തിന്റെ ലാഭം, കാർഷിക മേഖലയുടെ ഉന്നമനം, കരിമ്പ്, ചോളം എന്നിവയിൽ നിന്ന് എത്തനോൾ ഉത്പാദിപ്പിക്കുന്നതിനാൽ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കാൻ ഇത് സഹായിക്കും. ഈ നയങ്ങൾ പൊതുജനാരോഗ്യത്തിനും രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും വേണ്ടിയുള്ളതാണ് എന്നാണ് സർക്കാർ വാദം. പൗരന്റെ ഇഷ്ടവും നിയമപരമായ നിലപാടുകളും. ഒരാൾക്ക് ഇഷ്ടമുള്ള പെട്രോൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടോ എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഭാവിയിൽ എല്ലാ പമ്പുകളിലും E20 നിർബന്ധമാക്കുമ്പോൾ പഴയ വാഹനങ്ങൾ ഉള്ള ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. മാധ്യമധർമ്മക്കാരൻ ചോദിച്ച ചോദ്യം വ്യക്തി സ്വാതന്ത്ര്യവും പൊതു താൽപര്യവും തമ്മിലുള്ള സംഘർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. പെട്രോളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ പൊതു താൽപര്യത്തിനാണ് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇത്തരം നയപരമായ വിഷയങ്ങളിൽ പൗരന്റെ ഇഷ്ടത്തിന് പരിമിതികൾ ഉണ്ടാവുന്നത് സാധാരണമാണ്. സമരമല്ല വേണ്ടത്, സമരസ്യമാണ് വേണ്ടത്.